മങ്കി മാൻ. ദേവ് പട്ടേൽ എന്ന് പറയുന്ന ആക്ടർ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് മങ്കി മാൻ. ഈ ഒരു ചിത്രം ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായിരുന്നു ദിസ് ഈസ് ഗോയിങ് ടു ബി എ മാസീവ് മൂവി. അതായത് നമ്മളെ ശരിക്കും ഞെട്ടിക്കാൻ പോകുന്നൊരു സിനിമയായിരിക്കുമെന്ന് ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് തന്നെ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് തൊട്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഈ ഒരു സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ ഇവിടത്തുള്ളൊരു തിയേറ്ററിൽ ഇതിൻ്റെ ഒരു പ്രീ സ്ക്രീനിങ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടി, സ്പോട്ടിൽ തന്നെ ബുക്ക് ചെയ്തു. ആൻഡ് ഇന്നായിരുന്നു ആ ഒരു പടം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു സിനിമ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതായത് മാസീവ് ലെവൽ എടുത്ത് വെച്ചേക്കുവാണ്. മാസീവ് ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുണ്ടല്ലോ ഇതൊരു ഉദാഹരണമാണ്. നമ്മുടെ ഇന്ത്യൻ ഡയറക്ടേഴ്സിനൊക്കെ ഏത് ലെവലിൽ ഏത് പീക്ക് ലെവലിൽ കൊണ്ടുപോയി ഒരു മാസ് മസാല പടം ചെയ്തു വെക്കാം, അല്ലെങ്കിൽ ഒരു ആക്ഷൻ പടം ചെയ്തു വെക്കാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം ദേവ് പട്ടേൽ എന്ന് പറയുന്ന ആക്ടർ തൻ്റെ ഡെബ്യൂട്ട് ഡയറക്ടോറിയൽ മൂവിയിലൂടെ കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഈ ഒരു സിനിമയെ പറ്റി കൂടുതലായിട്ട് നോക്കുവാണെങ്കിൽ ദേവ് പട്ടേൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന മൂവിയാണ്. അദ്ദേഹം തന്നെയാണ് കഥ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് മെയിൻ നായകനായിട്ട് വന്നിരിക്കുന്നത്. അതായത് 3 മെയിൻ പരിപാടീസും ചെയ്യുന്നത് അദ്ദേഹമാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് COVID-19 സമയത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ ഒരുപാട് പ്രതിസന്ധികളൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സിനിമ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈവൻ ഗോപ്രോയ്ക്കകത്തും ഐഫോണിനകത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴത്തേനുണ്ടല്ലോ, ഈ ഒരു സിനിമ തുടങ്ങി കണ്ട് തീർത്ത് കഴിയുമ്പോഴത്തേനോ അല്ലെങ്കിൽ കണ്ടു പോകുന്നതിനിടയ്ക്കോ ഇത് ഒരു ഡെബ്യൂട്ടൻ്റ് ചെയ്യുന്ന പടമാണെന്ന് നിങ്ങൾക്ക് തോന്നത്തില്ല. അതായത് ഏതോ ഒരു മാസ്റ്റർ ക്രാഫ്റ്റർ ആയിട്ടുള്ള ഡയറക്ടർ ഇരുന്ന് ചെയ്ത് വെച്ചേക്കുന്ന പടമാണെന്ന് നമ്മളെ കൊണ്ട് തോന്നിക്കുന്ന രീതിക്ക് ആ ലെവലിലാണ് ഈ ഒരു പടം സെറ്റ് അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു രക്ഷയില്ല. അതായത് ആക്ഷൻ സെറ്റ് പീസസ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു പ്യുവർലി ആക്ഷൻ മൂവിയാണ്. ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂട്ടൽ ആക്ഷൻസ് ഉള്ള മൂവിയാണ്. ബ്ലഡും വയലൻസും സംഭവങ്ങളൊക്കെ കുത്തിക്കയറ്റി വേറെ ലെവലായിട്ട് ഒരുപാട് തെറി വരുന്നുണ്ട്, അത്യാവശ്യം സെക്ഷൽ സീക്വൻസസ് വരുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ബ്രൂട്ടലായിട്ടുള്ള ഫൈറ്റ് സീക്വൻസസ് നടക്കുന്നുണ്ട്. സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോൺ വിക്ക് ഉണ്ടല്ലോ, ജോൺ വിക്ക് കൈൻഡ് ഓഫ് രീതിക്കാണ് ഈ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ദേവ് പട്ടേലിന് ആ ഒരു സിനിമ ഒരുപാട് പ്രചോദനം കൊടുത്തിട്ടുണ്ട്. ജോൺ വിക്കിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ റെഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതെല്ലാം വേറെ ലെവൽ. അതായത് കണ്ടു കഴിഞ്ഞാൽ ചുരണ്ടി വെച്ചേക്കുന്നതെന്ന് നമുക്ക് തോന്നത്തില്ല. അദ്ദേഹം ഓരോ സിനിമയും ഓരോ ആക്ഷൻ മൂവീസും കണ്ട് മനസ്സിലാക്കി വേറെ ലെവലായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു പടമാണ് മങ്കി മാൻ എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു സിനിമ ഒരു രക്ഷയില്ല. മങ്കി മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് അങ്ങ് ടൈറ്റിൽ തുടങ്ങി പടം തീരുന്ന പോയിന്റ് വരെ രോമാഞ്ചം അടിച്ച് ഒരു ബുള്ളറ്റ് ട്രെയിനിൽ കയറി പോണ കണക്കിന് ഈ ഒരു സിനിമ കാണാൻ പറ്റും. അമ്മാതിരി ലെവൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒക്കെ വേറെ ലെവലായിരുന്നു. അതായത് ഒരുപാട് ഫൈറ്റ് സീക്വൻസസ് ഉള്ള മൂവിയാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒക്കെ വേറെ ലെവൽ. അതുപോലെ തന്നെ നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ഒരു കൈൻഡ് ഓഫ് മൂവിയും കൂടി അല്ല ഇത്. എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് നമ്മുടെ പാതാൾ ലോകം എന്ന് പറയുന്ന സീരീസ് ഉണ്ട്, അതായത് വെബ് സീരീസ് ഉണ്ട്. ഈ ഒരു സീരീസ് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ ഒരു പാതാൾ ലോകം എന്ന് പറയുന്ന ആ ഒരു സീരീസ് കാണിക്കുന്ന ഒരു വേൾഡ് ഉണ്ടല്ലോ, ആ ഒരു സെറ്റപ്പിൽ ഒരു ആക്ഷൻ മൂവി നടന്നത് എങ്ങനെയായിരിക്കും, അങ്ങനെയാണ് ഈ ഒരു സിനിമ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ സിനിമ ചൂണ്ടിക്കാണി. ജാതി, മതം, ദൈവം, ആൾ ദൈവങ്ങൾ, അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, പോറായിട്ടുള്ള ആൾക്കാർ എന്നിങ്ങനെ തുടങ്ങി നമ്മുടെ ഇന്ത്യ ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളെ അതേപടി ചൂണ്ടിക്കാണിച്ച് അട്ടിച്ചങ്ങ് കൊട്ടുക്കുവാണ്. അതായത് ദേവ് പട്ടേൽ എന്ന് പറയുന്ന ഡയറക്ടർ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അതേപടി അഡ്രസ്സ് ചെയ്തൊരു ആക്ഷൻ സെറ്റപ്പിലൂടെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് പുള്ളിക്കാരനൊരു ആക്ഷൻ മൂവി സെറ്റാക്കണമായിരുന്നു. അപ്പോൾ ആ ഒരു ആക്ഷൻ മൂവി സെറ്റാക്കാൻ വേണ്ടി അദ്ദേഹം ചൂസ് ചെയ്തത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഇടയിലോട്ട് കൊണ്ട് ഈ ഒരു സംഭവം വെച്ചിട്ട് അദ്ദേഹം ഒരു ആക്ഷൻ മൂവി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടുപോകുന്ന ഓരോ മൊമെൻറ്റിലും നമുക്ക് ഒരുപാട് ഇന്ത്യൻ മൂവീസിൻ്റെ റെഫറൻസസ് ഒക്കെ കാണുവാൻ സാധിക്കും. അതായത് അദ്ദേഹം ആ ഒരു രീതിക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാത്ത രീതിക്ക്, അതായത് ഹോളിവുഡ് മൂവീസിൽ നിന്നും റെഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മൂവീസിൻ്റെയും ഹോളിവുഡ് മൂവീസിൻ്റെയും ഒരു മിക്സഡ് ബ്രീഡാണ് ഈ ഒരു സാധനം. ആകെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു ജാതി എക്സ്പീരിയൻസ് കിട്ടും. ലാഗ് എന്ന് പറയുന്ന സാധനമില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒക്കെ ഇങ്ങനെ മുഴങ്ങി നിൽക്കും. അതായത് അടിയൊക്കെ നടക്കുന്ന സമയത്ത് വരുന്ന ബീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അതുപോലെ തന്നെ ഒരുപാട് പമ്പപ്പ് സീൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗൂസ് ബമ്പ് വരുന്ന മൊമെന്റ്സ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ നമുക്ക് കണ്ട് രോമാഞ്ചം അടിച്ചിരിക്കാം. പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് പല ആൾക്കാർക്കും ദഹിക്കാൻ സാധ്യതയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കാണും. അതായത് നിങ്ങളുടെ ഐഡിയോളജീസും നിങ്ങളുടെ ചിന്താഗതിയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. മേ ബി അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. അപ്പം ഒരു സംഭവത്തിൻ്റെ എക്സ്ട്രീം സൈഡ് പിടിച്ച് ഈ ഒരു സിനിമ കാണാണ്ടിരിക്കുക. അതായത് ആൾ ദൈവത്തിൻ്റെ ആണെങ്കിലും ദൈവങ്ങളുടെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളുടെ മറ്റ് കുറേ കൾച്ചറലും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഈ ഒരു സിനിമ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം സൈഡ് പിടിച്ചിട്ട് ഈ ഒരു സിനിമയെ ക്രിട്ടിസൈസ്
ക്രിട്ടിസൈസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾക്ക് നൽകുന്ന 100% എഫേർട്ട് കിട്ടിയെന്ന് വരത്തില്ല. അതായത് ആ ഒരു സിനിമ കൊണ്ടുതരുന്ന സംഭവം നിങ്ങൾക്ക് പിടിച്ചെന്ന് വരത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു സിനിമ തന്ന എക്സ്പീരിയൻസ് ദാറ്റ് വാസ് ബ്രില്യൻ, അമേസിങ്, ഒന്നും പറയാനില്ല. അമേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അമേസിങ്, അമ്മാര് ലെവലിൽ സാധനം ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ മൂവ്മെൻറ്റ്സ് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ ഒരു സിനിമയുടെ ആക്ഷൻ സെറ്റ് പീസസ് നടക്കുന്ന സമയത്ത് ക്യാമറ സാധാരണ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ സിമ്പിളായിട്ടല്ല വെച്ചേക്കുന്നത്. അതായത് നായകൻ ഇടിക്കുന്നു, അടുത്തവൻ തെറിച്ചു പോകുന്നു, അത് നമുക്ക് ഒരൊറ്റ സിംഗിൾ ഷോട്ടിനകത്ത് കാണാം. അങ്ങനെ ഒരു രീതിക്കല്ല, ക്യാമറയൊക്കെ ഇങ്ങനെ കുലുങ്ങി നമുക്ക് പല സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ ഫിലമെൻ്റ് അടിച്ചു പോകുന്ന പോലെയൊക്കെ തോന്നും. അത്രയ്ക്കും ഭയങ്കര സ്പീഡി ആയിട്ടാണ് ഈ ഒരു സിനിമ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ പിടിച്ചെന്ന് വരത്തില്ല. അങ്ങനത്തെ ഒരു ചെറിയ കുഴപ്പം എനിക്കും തോന്നി. കാരണം ഒരു സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിങ്ങനെ വേദന എടുക്കുന്ന പോലെ തോന്നി. അത് സിനിമയുടെ ഗുണം കൊണ്ടാണോ അത് എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ, കാരണം ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടാണ് മൂവി പോകുന്നത്. പിന്നെ ഒരുപാട് ഇന്ത്യൻ കൾച്ചറൽ സാധനങ്ങളുടെയൊക്കെ റെഫറൻസസ് കാണാൻ പറ്റും. അതായത് ഈവൻ ഇദ്ദേഹം പറയുകയുണ്ടായി, ഇദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്നും, അതായത് നമ്മുടെ ദേവ് പട്ടേലിൻ്റെ അച്ഛനിൽ നിന്നും കിട്ടിയൊരു സ്റ്റോറി വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഹനുമാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ കുറേ റെഫറൻസസ് ഇന്ത്യൻ അല്ലെങ്കിൽ ഹിന്ദുയിസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റെഫറൻസസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുയിസത്തിൻ്റെ തന്നെ ഏറ്റവും ഡാർക്കസ്റ്റ് കുറേ ഷെയ്ഡ്സിനെ നല്ലപോലെ കീറി മുറിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് ദേവ് പട്ടേൽ എന്ന് പറയുന്ന ഡയറക്ടർ ഒരു മെസ്സേജും തരുന്നുണ്ട്, ഒരു കിടുക്കൻ ആക്ഷൻ മൂവിയും ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഇതൊരു കിടുക്ക മൂവി ആവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഈ ഒരു സിനിമ കിടുക്ക മൂവി തന്നെയായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ ഈ ഒരു സിനിമ റിലീസ് ആവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം സെൻസർഷിപ്പ് ഇതിനെ എങ്ങനെ എടുക്കും, ഏത് രീതിക്ക് എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ലൈല എന്ന് പറയുന്ന സീരീസ് നെറ്റ്ഫ്ലിക്സിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് രീതിക്ക് ക്രിറ്റിസിസവും കാര്യങ്ങളൊക്കെ നേരിട്ട് പൊട്ടിപ്പമ്പരമായിട്ടിരിക്കുന്ന സാധനമാണ്. പക്ഷേ വേറെ ലെവൽ സീരീസാണ്. അപ്പോൾ അതുപോലൊക്കെ ആയി പോകാൻ സാധ്യതയുണ്ടോ ഇന്ത്യയിൽ നിന്ന് ഈ ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേനും, അങ്ങനെ ഒരു തോട്ട് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെയാണെങ്കിലും ഒരു നെക്സ്റ്റ് ലെവൽ മൂവി, ഒരു ഡെബ്യൂട്ടൻറ്റിൻ്റെ മൂവിയാണ് ഇതെന്ന് നമുക്കൊരു പോയിന്റിൽ പോലും തോന്നത്തില്ല. ആ ലെവലിൽ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമ എവിടെയെങ്കിലൊക്കെ റിലീസ് ആവുന്നുണ്ട്, തിയേറ്ററിൽ തന്നെ റിലീസ് ആവുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. തിയേറ്റർ എക്സ്പീരിയൻസ് ഈസ് മസ്റ്റ്. അത് മുഖ്യം ബിഗിലേ, അത് വിട്ടേക്കരുത്.